സുമോദ്, ഒരു കാര്യം, ഇപ്പോൾ രാജ്യമെമ്പാടും വോട്ട് കൊള്ളയ്ക്കെതിരായിട്ടുള്ള പ്രതിഷേധം നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ഡിസ്ട്രാക്ഷൻ സ്ട്രാറ്റജിയാണോ? അതായത് മൊത്തം ശ്രദ്ധ ഇതിലേക്ക് പോകുന്നു, പാർലമെന്റേറിയന്മാരും മുഴുവൻ ശ്രദ്ധ ഇതിലേക്ക് പോകുന്നു, അവർ അവിടെ ആബ്സെന്റ് ആവാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നു, അതിലേക്ക് ചർച്ച തിരിയുന്നു, അങ്ങനെയും ആവാമല്ലോ. അജുസ് പറഞ്ഞ പോലെ തന്നെ ആ തരത്തിലുള്ള ഒരു ചിന്ത കൂടി ഇതിനകത്തുണ്ട് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാര്യം ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തി കഴിയുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ മൊത്തം രാഷ്ട്രീയ കാറ്റ് മാറ്റി വീശുമെന്നും രാഹുൽ ഗാന്ധി പ്രതിക്കൂട്ടിലാകും എന്ന് തന്നെയായിരുന്നു കരുതിയിരുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട സഞ്ജീവ് കുമാർ എന്ന ഒരു സ്ട്രാറ്റജിസ്റ്റ്, അദ്ദേഹത്തിന് ചില കണക്കൂട്ടലുകൾ, ചില പിഴവുകൾ സംഭവിച്ചു എന്നുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി രാജ്യത്തോട് മാപ്പ് പറയണം എന്നുള്ള ഒരു ആവശ്യത്തിലേക്കാണ് ബി ജെ പി നേതാക്കന്മാർ നിരന്തരം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. മാത്രമല്ല, ഈ 7 ദിവസത്തിനുള്ളിൽ അദ്ദേഹം ഈ സത്യവാങ്മൂലം നൽകിയില്ലെങ്കിൽ അടുത്ത ദിവസം അദ്ദേഹം മാപ്പ് പറയണം എന്ന് തന്നെയായിരുന്നു കരുതിയിരുന്നത്. BJP സ്ട്രാറ്റജി 7 ദിവസം കൗണ്ട് ഡൗൺ എന്ന രീതിയിൽ ഓരോ ദിവസം 7, 6, 5, 4, 3 എന്നിങ്ങനെ ഒരു പ്ലാൻ ചെയ്തുള്ള കൃത്യമായ ഒരു സ്ട്രാറ്റജി ആയിരുന്നു BJP വർക്കൗട്ട് ചെയ്തിരുന്നത്. പക്ഷെ അതെല്ലാം പിന്നീട് പാളിപ്പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അതായത് ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാർ ഓരോരുത്തരായി തന്നെ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കുകയും ഇന്നലെ തേജസ്വി യാദവ് ആദ്യമായിട്ടാണ് പറഞ്ഞത് അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും എന്ന്. മാത്രമല്ല, ബീഹാറിൽ നമ്മുടെ റിപ്പോർട്ടർമാർ മീഡിയ സംഘം എത്തിക്കഴിഞ്ഞപ്പോൾ ബീഹാറിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു അഭൂതപൂർവമായ ഒരു ജനക്കൂട്ടമാണ് രാഹുൽ ഗാന്ധിയുടെ ഈ തരത്തിലുള്ള മാർച്ചിന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിൽ നിന്ന് ഒരു ശ്രദ്ധ തിരിച്ചുവിടേണ്ടത് ഒരു BJPയുടെ ഒരു ആവശ്യം കൂടിയാണ്. മാത്രമല്ല, ഈ ബില്ല് തയ്യാറായിട്ട് മാസങ്ങളായി ഈ തരത്തിലുള്ള ഒരു ബില്ല് വേണം, ചർച്ച വേണം എന്നുള്ളൊരു കാര്യം അന്തരീക്ഷത്തിലുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഇനി സഭ തീരാൻ മണിക്കൂറുകൾ മാത്രമാണുള്ളത്. വ്യാഴാഴ്ച സഭ അവസാനിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഈ തരത്തിലുള്ള ബില്ല് കൊണ്ടുവരുന്നത് ഒരു പ്രധാനമായും ഈ രാഹുൽ ഗാന്ധിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയാണ് മൊത്തത്തിൽ ഇപ്പോൾ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ ഇതുവരെ ഡൽഹിയിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഈ ഗോദി മീഡിയ എന്ന് പറഞ്ഞ് മോദി അനുകൂല, BJP അനുകൂല വാർത്തകൾ ചെയ്യുന്ന പല ചാനലുകൾ പോലും, ഹിന്ദി മീഡിയ, ഇംഗ്ലീഷ് മീഡിയ പോലും അതെല്ലാം തിരിച്ചിട്ട് അവർക്ക് രാഹുലിന് ഒരു സ്പേസ് കൊടുക്കുന്നത് കാണുന്നുണ്ട്. ആ എയർ സ്പേസ് രാഹുൽ ഗാന്ധിക്ക് കൂടുതലാകുന്നത് ഇതിന്റെ ഒരു അപകടം BJP തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം മാറ്റണം എന്നുള്ള വിഷയം മാറ്റി മറ്റു വിഷയങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു മുൻകൈ തന്നെയാണ് BJP എടുത്ത് ഇത്തരത്തിലുള്ള ബില്ല് വരുന്നു എന്നുള്ള ഒരു അനുമാനം കൂടിയുണ്ട് ഡൽഹിയിൽ.